Dominic and the Lady's Purse, directed by Gautam Vasudev Menon. ഇതിൻ്റെ റൈറ്റേഴ്സ് നീരജ് രാജൻ അതുപോലെ തന്നെ സൂരജ് രാജനാണ്. സോ സ്ക്രീൻ പ്ലേയിൽ ഗൗതം വാസുദേവ് മേനോനും കൂടി വർക്ക് ചെയ്തിട്ടുണ്ട്. സ്റ്റാറിംഗ് മമ്മൂട്ടി, അതുപോലെ തന്നെ ഗോകുൽ സുരേഷ്, വിജയ് വെങ്കടേഷ്, സിദ്ദിഖ്, വിനീത്, ലെന, അതുപോലെ തന്നെ നമ്മുടെ വിജയ് ബാബു, ഹർഷിത, അങ്ങനെ കുറച്ചധികം ആൾക്കാർ ചെറുതും വലുതുമായിട്ടുള്ള വേഷങ്ങളിൽ വരുന്ന ഒരു ഫിലിമാണ് ആക്ച്വലി ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് പേഴ്സ്. മമ്മൂട്ടി കമ്പനി പ്രൊഡക്ഷൻ ചെയ്തിട്ടുള്ള സിനിമയാണ് ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് പേഴ്സ് എന്ന് പറയുന്നത്. ഗൗതം മേനോൻ ആദ്യമായിട്ട് മലയാളത്തിൽ സംവിധാനം ചെയ്യുന്ന സിനിമ. ഇത്രയും ലേറ്റ് ആയിട്ടാണ് ആക്ച്വലി, ഇത് മുമ്പേ തന്നെ സംഭവിക്കുന്നതാണ് ഞാൻ വിചാരിച്ചത്, പക്ഷേ കുറച്ച് ലേറ്റ് ആയിട്ടാണെങ്കിലും പുള്ളി ഒരു മലയാളം സിനിമ വന്നിരിക്കുന്നത്. സോ മലയാളം സിനിമയിലേക്ക് ഗൗതം മേനോൻ വരുന്ന സമയത്ത് പുള്ളിയുടെ കൺവെൻഷണൽ ആയിട്ടുള്ള എല്ലാ പരിപാടികളും തച്ചടച്ചിട്ടാണ് ആക്ച്വലി ഈ സിനിമ പുള്ളി ചെയ്തിരുന്നത്. എനിക്ക് തോന്നുന്നു പുള്ളി ഭയങ്കര ഏർജിങ് ആയിട്ട് ഇങ്ങനത്തെ ഒരു സിനിമ ചെയ്യാൻ വേണ്ടി വിചാരിക്കുന്നുണ്ടാവണം. തമിഴിൽ പിന്നെ അതത്രയും വർക്ക് ആവില്ല ഒരു വലിയ ഹീറോനെ വെച്ചിട്ട്, പുള്ളി തന്നെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് യൂഷ്വൽ ഗൗതം മേനോൻ പടങ്ങളിൽ കാണുന്ന രീതിയിലുള്ള ഒരു സംഭവങ്ങളും ഈ സിനിമേനകത്ത് ഇല്ല. ഉണ്ടോ എന്ന് ചോദിച്ചാൽ അഗെയിൻ ഗൗതം മേനോൻ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്ന ഗൗതം മേനോൻ്റെ പടത്തിലെ ലേഡീസിനുള്ള ഒരു ആറ്റിറ്റ്യൂഡും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ വേറെ ഒരു കംപ്ലീറ്റ്ലി ഒരു വേറെ സോണിൽ വന്നിട്ടുള്ള ഒരു സിനിമയാണ് ആക്ച്വലി ഡൊമിനിക് എന്ന് പറയുന്നത്. മമ്മൂട്ടിയുടേതും നമ്മൾ ഈ ഇടയിൽ നോക്കുന്ന സമയത്ത് ആക്ച്വലി മമ്മൂട്ടിയുടെ വേറൊരു ഒരു കോമിക് ആംഗിൾ പിടിച്ചിട്ടുള്ള ഒരു സിനിമയാണ് ആക്ച്വലി ഡൊമിനിക് എന്ന് പറയുന്നത്. അതായത് ഒരു ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറഞ്ഞിട്ട് ഭയങ്കര സീരിയസ് ആയിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻ അല്ല, നമ്മളൊരു എന്താ പറയുക, ഒരു കുറച്ചും കൂടി കോമിക്കലായിട്ടുള്ള നമ്മുടെ ഷെർലോക്ക് ഹോംസ് ഒക്കെ കോമിക്കും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന പോലെ തന്നെയുള്ളൊരു പറയുന്നത്. മമ്മൂട്ടി തന്നെ വാറ്റ്സൺ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ സോ ആ ഒരു ഇൻസ്പിറേഷൻ പിടിച്ചിട്ട് വന്നിട്ടുള്ള സിനിമയാണ് ഈ ഡൊമിനിക് എന്ന് പറയുന്നത്. ഗൗതം മേനോൻ ആക്ച്വലി വന്നിട്ട് പ്രോപ്പറായിട്ട് മമ്മൂട്ടി എന്ന് പറയുന്ന ആക്ടറിനെയും മമ്മൂട്ടി എന്ന് പറയുന്ന ഒരു സ്പോണ്ടേനിയസ് ആയിട്ടുള്ള ഒരു പെർഫോമറെയും ഒരുമിച്ച് ഉപയോഗിച്ചിട്ടുള്ള ഒരു സിനിമയായിട്ട് ആക്ച്വലി എനിക്ക് തോന്നി. പിന്നെ പുള്ളിയുടെ തന്നെ സിനിമയാണ് ട്രോൾ ചെയ്യുക, മമ്മൂട്ടിയും ട്രോൾ ചെയ്യുക, സുരേഷ് ഗോപിനെ ട്രോൾ ചെയ്യുക ഒരു സൈഡിൽ നിന്ന്, അതൊക്കെ രസമുള്ള ഒരു സംഭവങ്ങളായിട്ടും ആക്ച്വലി തോന്നിയിട്ടുണ്ട്. മ്യൂസിക് എന്ന് പറയുന്നത് ഡെബുക്ക ശിവയാണ് ചെയ്തിട്ടുള്ളത്. പാട്ടുകളുണ്ട് 2 കൊള്ളാം എന്ന് മാത്രമേ പറയാനുള്ളൂ. അതുപോലെ തന്നെ അങ്ങനൊരു ഫോസ്റ്റ് സോങ് എന്നൊക്കെ പറഞ്ഞിട്ട് വെക്കാൻ പറ്റുന്ന രീതിയിലേക്കുള്ള കാര്യങ്ങളൊന്നും ഇതിൻ്റെ അകത്ത് ഇല്ല, ഗൗതം മേനോൻ്റെ പടമായിട്ട് പറഞ്ഞത്. അതുമാത്രമല്ല മ്യൂസിക്കും ഭയങ്കര ഗംഭീരമായിട്ടുള്ളൊരു മ്യൂസിക്കായിട്ട് ഫീൽ ചെയ്തില്ല എന്നുള്ളത് സത്യമാണ്. കാരണം ബാക്ക്ഗ്രൗണ്ട് സ്കോറും കാര്യങ്ങളൊക്കെ ആണെങ്കിലും കുറച്ചും കൂടി ബെറ്റർ ആക്കായിരുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം കൺവെൻഷനിൽ ഉടക്കണം എന്ന് പറഞ്ഞിട്ട് ചില കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് എന്ന് വെച്ചാൽ ചില സമയത്ത് അത് വന്നിട്ട് കുറച്ചും കൂടി കൊമേഴ്ഷ്യലൈസ് ആക്കി കുറച്ചും കൂടി ഇതായിരുന്നെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആയെന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് പല സ്ഥലങ്ങളിൽ. മമ്മൂട്ടി അതിൻ്റെ സ്റ്റാർട്ടിൽ തന്നെ ഇതിൻ്റെ ഒരു പുള്ളിയുടെ ഒരു ക്യാരക്ടറും അതുപോലെ തന്നെ പുള്ളിയുടെ ഒരു സെറ്റപ്പും കാര്യങ്ങളൊക്കെ പറയുകയാണ്. ഗോകുൽ സുരേഷ് വന്നിട്ട് എപ്പോഴും ഒരു മെസ്മറൈസ്ഡ് ഫീലാണുള്ളത്. മമ്മൂട്ടിയുടെ കൂടെ അഭിനയിക്കുന്നതുകൊണ്ട് അത് ഡീഫോൾട്ടായിട്ട് വരുന്നതാണെന്ന് എനിക്കറിയില്ല. എപ്പോഴും ആ ഒരു ഫീലിലാണ് ആ പുള്ളിയുടെ ക്യാരക്ടർ. നന്നായിട്ട് ഗോകുൽ സുരേഷ് ചെയ്തിട്ടുണ്ട്. കോമഡിയും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് പുള്ളി കുറച്ചും കൂടി ഒരു ടൈമിംഗ് ഉള്ള ഒരാളാണെന്ന് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട്. ടെക്നിക്കൽ സൈഡിലേക്ക് വരുന്ന സമയത്ത് സിനിമാറ്റോഗ്രാഫി എന്ന് പറയുന്നത് വിഷ്ണുവാർ ദേവാണ്. വലിയ തരത്തിലുള്ള നീക്കങ്ങളും മറ്റേ റിഗും പരിപാടിയൊന്നും ഇല്ലാതെ കുറച്ചും കൂടി സ്റ്റാഗ്നൻ്റ് ആയിട്ട് എല്ലാ പൊസിഷനിലും വെച്ചിട്ട് ആ ഒരു സിനിമയുടെ മൂഡ് സെറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ക്യാമറ ആംഗിൾസ് വെക്കാൻ വേണ്ടിയിട്ട് വിഷ്ണുവാർ ദേവിന് പറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ എഡിറ്റിംഗ് എന്ന് പറയുന്നത് ആൻ്റണിയാണ്. കുറച്ചൊന്ന് കുറക്കായിരുന്നു. കാരണം ഫസ്റ്റ് ഹാഫിലോട്ട് വരുന്ന സമയത്ത് ആക്ച്വലി ഈവൻ ദോ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പോകുന്നുണ്ടെങ്കിലും കൂടി അവിടെ ഇവിടെ ഒരു ലാഗ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഫസ്റ്റ് ഹാഫിൽ വരുന്ന സമയത്തേക്ക്. സെക്കൻഡ് ഹാഫിലേക്ക് അത് നമ്മൾ ഒരു ഹൈസ് ഇല്ലാതെ പോകുന്നത് കൊണ്ട് തന്നെ വന്നിട്ടില്ല. അത് ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയുമ്പോൾ ഒരു മോസ്റ്റ്ലി ടോക്കിംഗ് പരിപാടി ആയതുകൊണ്ട് അത് പിന്നെ ഇതൊരു ഡിറ്റക്റ്റീവ് ഏജൻസിനെ ബേസ് ചെയ്തൊരു ഇൻവെസ്റ്റിഗേഷൻ ആയതുകൊണ്ട് നമ്മുടെ ഒരു ത്രെഡിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം എടുക്കുന്നുണ്ട് നമ്മളെ. അപ്പോൾ അത് ഫസ്റ്റ് ഹാഫിൽ കുറച്ച് ലാഗ് സിനിമയ്ക്ക് കൊണ്ടുവരുന്നുണ്ട്. പക്ഷേ സെക്കൻഡ് ഹാഫിലേക്കും അതുപോലെ തന്നെ ക്ലൈമാക്സിലോട്ടൊക്കെ വരുന്ന സമയത്ത് ആകെ മൊത്തത്തിൽ നമ്മൾ കാണുന്ന സമയത്ത് ഈ സിനിമ വന്നിട്ട് മോശമൊന്നുമില്ല എന്നുള്ള രീതിയിലേക്ക് നമ്മൾ എത്തുന്നുണ്ട് എന്നുള്ളതാണ് എനിക്ക് പേഴ്സണലി ഈ സിനിമ കണ്ടപ്പോൾ ഫീൽ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ വന്നിട്ട് മമ്മൂട്ടിയുടെ എന്താ പറയുക, മമ്മൂട്ടിയുള്ള ആ ഒരു സ്പേസ് ഉണ്ടല്ലോ, നമ്മുടെ ഡൊമിനിക് ഡിറ്റക്റ്റീവ് ഏജൻസി എന്ന് പറയുന്ന ആ സ്പേസും കാര്യങ്ങളൊക്കെ വളരെ നന്നായിട്ട് ചെയ്തിട്ടുള്ളത് തോന്നി. പ്രൊഡക്ഷൻ ഡിസൈൻ ഷാജി നടുവിലാണ് ചെയ്തിട്ടുള്ളത്. വളരെ നല്ലൊരു ഇതായിട്ട് തോന്നി. ആകെ മൊത്തത്തിൽ
എന്താ പറയുക, ഗൗതം വാസുദേവ് മേനോൻ വന്നിട്ട് മലയാളത്തിലേക്ക് വരുന്നു, മമ്മൂട്ടി കമ്പനി നിർമ്മിക്കും എന്നൊക്കെ പറയുന്ന സമയത്തേക്ക് ഒരു മിനിമം സ്റ്റഫ് എന്ന് നമ്മൾ പ്രതീക്ഷിക്കുമല്ലോ. ആ മിനിമം സ്റ്റഫ് ഈ സിനിമേൻ്റെ അകത്തും ഉള്ളതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. സെക്കൻഡ് ഹാഫിലേക്കും പിന്നെ അതുപോലെ തന്നെ വരുന്ന സമയത്തേക്ക് കുറച്ച് ക്യാരക്ടേഴ്സൊക്കെ ഇൻട്രൊഡ്യൂസ് ആവുന്നുണ്ട്. ഇതിൻ്റെ ക്ലൈമാക്സിനെ പറ്റിയിട്ടൊക്കെ എല്ലാവരും സംസാരിക്കുന്നുണ്ട്. സോ ക്ലൈമാക്സ് പ്രഡിക്റ്റബിൾ ആണെന്ന് വെച്ചാൽ പ്രഡിക്റ്റബിൾ ആണ്, പക്ഷേ ഒരു അതിൻ്റെ അകത്തും ഒരു അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള സംഭവങ്ങൾ ഗൗതം വാസുദേവൻ മാക്സിമം വെച്ചിട്ടുണ്ട് എന്നാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത്. നമുക്ക് ഫിലിം കഴിഞ്ഞ് വരുന്ന സമയത്ത് ഓക്കെ കൊള്ളാം, ബെറ്റർ എന്നുള്ള രീതിയിലുള്ള ഒരു ഫീൽ കൊടുക്കും. ഗൗതം വാസുദേവൻ്റെ സിനിമയെ സംബന്ധിച്ചിടത്തോളം നമ്മളൊക്കെ എൻ്റെയൊക്കെ ഇതിൽ വരുന്ന സമയത്ത് നമ്മുടെ ആ സിനിമ എന്ന് പറയുന്ന ഒരു മീഡിയയുടെ നമ്മൾ ഇങ്ങനെയാണ് സിനിമ എന്ന് മനസ്സിലാക്കുന്ന കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ നമ്മളെ ഇൻസ്പയർ ചെയ്തിട്ടുള്ള ഒരു സംവിധായകന്മാരിൽ ഒരാളാണ് ആക്ച്വലി GVM എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ പുള്ളിയുടെ ഒരുവിധം എല്ലാ സിനിമകളും കാണാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ജോഷുവ ഒഴിച്ച് നിർത്തി കഴിഞ്ഞാൽ ബാക്കി ഒരുവിധം സിനിമകളൊക്കെ കണ്ടിട്ടുണ്ട്. സോ അങ്ങനെ ഒരു സീരീസ് ഓഫ് ഫിലിമിലും വരുന്ന സമയത്തേക്ക് ഗൗതം വാസുദേവൻ ഫിലിമിൻ്റെ ഒരു വേറിട്ട ഒരു സിനിമ എക്സ്പീരിയൻസ് എന്ന് വേണമെങ്കിൽ ആക്ച്വലി ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് പേഴ്സൺ എന്ന് വേണമെങ്കിൽ പറയാം. മമ്മൂക്ക ആസ് ഓൾവേസ് അറിയാലോ, പുള്ളി ഒരു ക്യാരക്ടർ പിടിക്കുന്നു, അതിൻ്റെ ഒരു പീക്കിലോട്ട് നമ്മളെ കൊണ്ടുപോകുന്നു. ഓൾവേസ് സർപ്രൈസിങ് ആണ്. മമ്മൂട്ടി ഇതുവരെ ചെയ്തുകൊണ്ടിരുന്നതിനകത്ത് വേറൊരു ക്യാരക്ടർ എന്ന് പറയാലോ. അതായത് ആ ഒരു മിനിമൽ ചേഞ്ചസ് നമുക്ക് കാണുന്ന സിനിമയിലൊക്കെ ഉണ്ട്. പുള്ളി ഭയങ്കര ആംബീഷ്യസ് ആവുന്ന പോലെ ഫീൽ ചെയ്യും, പക്ഷെ അത് ആംബീഷ്യസ് അല്ല, നമ്മൾ ബസൂക്കയിൽ പറഞ്ഞ പോലെ നമ്മൾ ചെയ്യാത്ത റോളൊന്നും ഇല്ല ബൈ എന്ന് പറയുന്നതാണ് എനിക്ക് ആക്ച്വലി മമ്മൂട്ടീൻ്റെ ഈ വരുന്ന സിനിമകളൊക്കെ കാണുന്ന സമയത്ത് ഫീൽ ചെയ്യുന്നത്. അതായത് നമുക്കൊരു മിനിമം ഗ്യാരണ്ടി സബ്ജക്റ്റ്, അതായത് നമുക്കൊരു മോശം എന്ന് പറയാൻ പറ്റാത്തക്ക രീതിയിലുള്ള സിനിമകൾ ചെയ്യാൻ വേണ്ടിയിട്ട് മമ്മൂട്ടി ശ്രമിക്കുന്നുണ്ട്. കളക്ഷനും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ സെപ്പറേറ്റ് ആയിരിക്കും, ബട്ട് സ്റ്റിൽ ആ ഒരു പെർസ്പെക്റ്റീവ് ഇപ്പം എനിക്ക് സിനിമ പോയി കണ്ട് എനിക്കൊരു നഷ്ടബോധം ഫീൽ ചെയ്യാത്ത രീതിയിൽ ഒരു മിനിമം ഗ്യാരണ്ടി സബ്സ്റ്റൻസ് തരുന്ന രീതിയിലേക്ക് മമ്മൂട്ടിയുടെ റീസെൻറ്റ് ഔട്ടിങ്സ് ഒക്കെ വന്നിട്ടുണ്ട് എന്നുള്ളതിൽ വലിയ ഒരു ആശ്വാസം തരുന്ന ഒരു കാര്യമാണ് ആക്ച്വലി. സോ ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് പേഴ്സ് വൺ ടൈം പോയി കാണാൻ പറ്റുന്ന ഒരു നല്ലൊരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറിൽ ഒരു സോഫ്റ്റ് ത്രില്ലർ എന്നൊക്കെ വേണമെങ്കിൽ പറയാം എന്നാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത്. GVM കഴിഞ്ഞ ജോഷുവയുടെ ഒരു വലിയ ക്ഷണത്തിലേക്ക് പോവാതെ ഒരുവിധം നമുക്ക് ഓക്കെ GVM അടിപൊളി എന്ന് പറയുന്ന രീതിയിലേക്ക് മാറ്റി ഒരു അഭിപ്രായത്തിലേക്ക് വരാനും ആക്ച്വലി ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് പേഴ്സ് സാധിച്ചിട്ടുണ്ട്. So do watch Dominic and the Ladies Purse in your theaters.